ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഞ്ചാരിയമി. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും എൻ്റെ വരിക്കാശ്ശേരി മനയിലുള്ള വീഡിയോ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തൃശ്ശൂർ എത്തിയിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ റിസോർട്ടിൽ നിന്ന് നമ്മൾ ചെക്ക് ഔട്ടൊക്കെ ചെയ്ത് ഇനി നമ്മൾ പോണത് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ഒരുപാട് നാളായി അതിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നല്ലാതെ ഉള്ളിൽ കയറാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് ആ ബ്യൂട്ടിഫുൾ ഡേ, ഭഗവാനെ കാണാനുള്ള ദിവസം ഇന്നാണ് വന്നെത്തിയത്. അപ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോവാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് വടക്കുംനാഥ ക്ഷേത്രം. തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗമായ തേക്കിൻകാട് മൈതാനത്തിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരള ശൈലിയിലുള്ള അതിപുരാതന വാസ്തുശില്പത്തിൻ്റെ മനോഹര ഉദാഹരണമാണ് ഈ ക്ഷേത്രം. പുരാണ പ്രകാരം പരശുരാമൻ കേരളത്തിൽ നിർമ്മിച്ച ആദ്യ ശിവക്ഷേത്രമാണിത്. ദക്ഷിണ കൈലാസം എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ക്ഷേത്ര നിർമ്മാണം പെരുന്തച്ഛനുമായി ബന്ധപ്പെട്ടതാണെന്നും വിശ്വാസമുണ്ട്. ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരം ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. ശക്തൻ തമ്പുരാനാണ് പൂരം ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇളഞ്ഞിത്തറമേളം, കുടമാറ്റം, വെടിക്കെട്ട് എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. കർക്കിടക മാസത്തിലെ പ്രസിദ്ധമായ ആനയൂട്ടും ഇവിടെ നടക്കുന്നു. നിരവധി ആനകളെ ആരാധിച്ച് ഭക്ഷണം നൽകുന്ന ചടങ്ങാണ് ഇത്. ഈ കാണുന്നതാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് വൊഴിയൻ ചർച്ച്. ഈ പള്ളി 1840 സ്ഥാപിതമായതാണെന്ന് തൃശ്ശൂർ അതിരൂപത രേഖപ്പെടുത്തുന്നു. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലെ പ്രധാന കത്തോലിക്ക ദേവാലയങ്ങളിൽ ഒന്നാണ് ഈ പള്ളി. അപ്പോൾ നമ്മൾ നിന്ന് എക്കോ ഗാർഡൻ റിസോർട്ട് മുതൽ വടക്കുംനാഥ ടെമ്പിൾ വരെ ഏകദേശം 45 തൊട്ടിട്ട് 1 മണിക്കൂർ വരെ ട്രാഫിക് അനുസരിച്ചിട്ട് ഇരിക്കും ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത്. ഏകദേശം 28 to 32 കിലോമീറ്റർ വരും. അപ്പോൾ പ്രധാന റൂട്ട് എന്ന് പറയുന്നത് ചെറുതുരുത്തി, ഷൊർണൂർ റോഡ്, പിന്നെ വടക്കാഞ്ചേരി, തൃശ്ശൂർ, സ്വരാജ് റൗണ്ട്, പിന്നെ വടക്കുംനാഥ ടെമ്പിൾ. അങ്ങനെയാണ് ഈ റൂട്ട് പോണേ. അപ്പോൾ ഈ വഴി തന്നെയാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം വരുന്നത്. അപ്പോൾ പോണ വഴിക്ക് ഒന്ന് കണ്ടായിരുന്നു. നമുക്ക് തിരിച്ച് വരുന്ന വഴിക്ക് പറ്റിയൊന്ന് ഇറങ്ങി കാണാം. എക്കോ ഗാർഡൻ റിസോർട്ട് വിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഗ്രാമീണ കേരളത്തിൻ്റെ കാഴ്ചകൾ തുടങ്ങുന്നു. പച്ച നെൽപ്പാടങ്ങളും ചെറിയ വീടുകളും വഴിയോര കടകളും. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് സ്കൂൾ അടച്ചുകൊണ്ട് സ്കൂൾ ട്രാഫിക് കുറച്ച് കുറവുണ്ടായിരുന്നു. അല്ലാത്ത ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ പല പല കാഴ്ചകളുമായിട്ട് ഞങ്ങൾ മുന്നോട്ടങ്ങനെ പോവുകയാണ്. എനിക്കാണെങ്കിൽ ചെറിയൊരു നൊസ്റ്റയും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ്റെ വീട് ഒറ്റപ്പാലത്തായിരുന്നു. അപ്പോൾ സ്കൂളൊക്കെ അടയ്ക്കണ സമയത്ത് ഞങ്ങൾ മിക്കവാറും കൊല്ലങ്ങൾ ഒറ്റപ്പാലത്ത് വരുമായിരുന്നു, തറവാട്ടിൽ. അപ്പോൾ ആ വരുന്ന വഴികൾ തൃശ്ശൂരും പാലക്കാടും ഒക്കെ ആയിട്ട് പഴയ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരികയാണ് ഈ വഴിയൊക്കെ അങ്ങനെ പോകുമ്പോൾ. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ കൊടും ചൂടാണ്, സഹിക്കാനേ പറ്റുന്നില്ല. ഈ കാണുന്നതാണ് കേട്ടോ മണലാർക്കാവ് ദേവീക്ഷേത്രം. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വിയ്യൂരിലാണ് കേട്ടോ ഇത് ആക്ച്വലി അമ്പലമുള്ളത്. പ്രധാനമായിട്ടും ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഓരോ വർഷവും നടക്കുന്ന മണലാർക്കാവ് വേല ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണമാണ്. പഞ്ചവാദ്യം, ചെണ്ടമേളം, കാവടി, കലാപരിപാടികൾ എല്ലാം ചേർന്ന് ഒരു ഉത്സവ നഗരം പോലെയാണ് വിയ്യൂർ അന്ന് മാറും.
വടക്കുംനാഥൻ്റെ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എത്തിയപ്പോഴേക്ക് ഏകദേശം 11-11:30 ആയിരുന്നു. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നട അടയ്ക്കുക. അതിൻ്റെ മുന്നേ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ചു വന്നു. അപ്പോൾ ഇത് പൂരം കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസമാണ് കേട്ടോ ഞാനിവിടെ വന്നത്. അപ്പോൾ പൂരത്തിൻ്റെ ഇതൊക്കെ കൊടിത്തോരണങ്ങളൊക്കെ അഴിച്ചു മാറ്റുന്നതിൻ്റെ തിരക്കിലാണ്. അത് കണ്ടില്ലേ, ഇതെല്ലാം അഴിക്കുകയാണ് ഇവിടെ നിന്നുള്ളവർ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വരുമെന്ന് വിചാരിച്ചതേ ഇല്ല. ദൈവം എന്നെ വിളിച്ച് കൊണ്ടുപോയ മാതിരി ഒരു ഫീലാട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോഴേക്ക് ആനകളും പൂരവും ഒക്കെയാണ് ഇപ്പം എൻ്റെ മനസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്. 5 ദിവസം മുന്നേ ഇവിടെയൊക്കെ ഫുൾ ആൾക്കാരും ബഹളവും ആകെ എന്താ പറയുക, പൂരം തന്നെ പറയുന്ന ആ ഒരു ഫീലൊക്കെയാണ് എൻ്റെ മനസ്സിലിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് ഒരു ഹാലുസിനേഷൻ മോഡിലാണ്. എനിക്കിപ്പോൾ ഇവിടുന്ന് മോഹൻലാലും പാർവതീനെയൊക്കെ വരുന്ന മാതിരി അങ്ങനെ ഒരു ഫീല്. പിന്നെ നമ്മുടെ തെച്ചിക്കോട്ട് രാമേന്ദ്രനൊക്കെ ഇങ്ങനെ എഴുന്നള്ളി വരുന്നതും അങ്ങനെ എന്തൊക്കെയോ എൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. ഫുൾ വേറൊരു ലോകത്തായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ. പൂരം കാണുമ്പോൾ ഉള്ള എനർജി അത് വേറെയാണ്. പക്ഷേ ഒരു നോർമൽ ഡേ ഇവിടെ വന്നിട്ട് അനുഭവിക്കുന്ന ഒരു സൈലൻസ് ഉണ്ടല്ലോ, അത് പൂരത്തിനേക്കാളും ശക്തമാണ്. അത് ഇവിടെ വന്ന് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ മനസ്സോടെ ഇറങ്ങി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഇതാണ് പധാൻ സ്റ്റോ. 1980s മറ്റോ തുടങ്ങിയ ഹോട്ടലാണ്. നല്ല അടിപൊളി ഫുഡാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ തൃശ്ശൂർ ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും ഈ ഹോട്ടലിൽ കയറിയിട്ട് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണം. നല്ല അടിപൊളി ദോശയും തൈര് വടയൊക്കെ ആയിട്ട് ഗംഭീര ഫുഡ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ ഇറങ്ങി. അപ്പോൾ വടക്കുംനാഥൻ്റെ മുന്നിൽ വന്നിട്ട് പാറമേക്കാവിൽ എങ്ങനെയാണ് പോകാണ്ടിരിക്കുക. അങ്ങനെ പാറമേക്കാവ് അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. എന്തായാലും അമ്പലം പൂട്ടി കാണും, പക്ഷേ പുറത്തു നിന്ന് കണ്ടിട്ട് പോകാം. തിരുവമ്പാടി പോകാൻ പറ്റിയില്ല. പാറമേക്കാവ് പുറത്ത് നിന്ന് കണ്ടിട്ട് വന്നു. നമ്മൾ ഓൾറെഡി ലേറ്റായി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലും കൂടി ഒന്ന് ഇറങ്ങണം. അപ്പം അതിനുള്ള തിരക്കായിട്ടുള്ള പോക്കാണ് കേട്ടോ ഈ കാണുന്നത്.
ദാ നമ്മളിപ്പോൾ ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ എൻകക്കോട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ഭദ്രകാളി ക്ഷേത്രമാണ്. നെൽപ്പാടങ്ങളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഗ്രാമദേവി ക്ഷേത്രം എന്ന നിലയിൽ വളരെ പഴക്കമുള്ള ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന ഇവിടുത്തെ ഉത്രാളിക്കാവ് പൂരം തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള രണ്ടാമത്തെ പൂരമായി കണക്കാക്കപ്പെടുന്നു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ വടക്കായിട്ടാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ഷൊർണൂർ റെയിൽവേ ലൈനിന് തൊട്ടടുത്തായി നെൽവയലുകൾക്കിടയിലും ഉയർന്ന പ്രദേശങ്ങളുടെയും കുന്നുകളുടെയും ഒരു ശൃംഖലയാൽ ചുറ്റപ്പെട്ടതുമായ ഒരു ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ജില്ലയുടെ ഒറ്റപ്പെട്ട ഗ്രാമപ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഉത്സവകാലത്ത് ക്ഷേത്രവും ഗ്രാമവും മാധ്യമ ശ്രദ്ധ നേടുകയും വാർത്താ പ്രശസ്തി നേടുകയും ചെയ്യുന്നു. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാന ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഈ കാണുന്നതൊക്കെ വയലാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഫുൾ പച്ചപ്പിൻ്റെ ഇടയിൽ ഒരു അമ്പലം, അതിൻ്റെ ബാക്കിൽ സത്യം പറഞ്ഞാൽ വരച്ച് വെച്ച മാതിരി ഉണ്ട്. ഇവിടെ ഇത്തിരി പച്ചപ്പും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും. അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല, പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ ദേവീനെ കണ്ട ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അത്രയും ശാന്തതയായിട്ട്. പക്ഷെ ചൂട് മാത്രം കുറച്ചുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.